തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും എല്ലാവർക്കും അറിയാം. എന്നാൽ ലളിതമായ ചലനം കൊണ്ട് നിസ്കാരം ബാത്തിലാവും. ഏതുപോലെ തഹരീക്ക് സ്പൈൻ ഒരു വിരലൊക്കെ അനക്കും പോലെ. ഒരാൾക്ക് ഇവിടെ ചൊറിച്ചിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ചൊറിയും. ചില ആൾക്കാർ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഒരു വിരൽ കൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ചൊറിയാം. അപ്പോൾ ഒന്നല്ല എത്ര പ്രാവശ്യം നിസ്കാരം ബാത്തിലാവും. പക്ഷെ കറായത്ത് വരും. പക്ഷെ കഫടക്കം ഇങ്ങനെ ചൊറിയാൻ പാടില്ല. കഫടക്കം മൊത്തം മുൻകൈ മൊത്തം ചാടിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഒരു വിരലോ 2 വിരലോ കഫ് അനങ്ങാത്ത രൂപത്തിൽ ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവില്ല. ഇത് ശ്രദ്ധിക്കുക. ഏതുപോലെ തശഹുദിലെ അത്തഹിയാത്തിൽ നമ്മൾ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ അതിലേക്ക് നോക്കൽ സുന്നത്താണല്ലോ. ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യും ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് ഇങ്ങനെ അനക്കുക. ഇത് നമ്മുടെ മതബിലേതിൽ എന്താണ് കറായത്താണ്. കാരണം ഇമാമിങ്ങൾ പറഞ്ഞു ഖുശൂ ഭയഭക്തി ശ്രദ്ധ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ അനക്കാൻ പാടില്ല. ചില മതബിലുണ്ട്. എന്തായിരിക്കട്ടെ ഇങ്ങനെ അനക്കുന്നവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ കഫ് മൊത്തം അനക്കിയാൽ ഇങ്ങനെ അനക്കിയാൽ നിസ്കാരം അനക്കുന്നവർ ശ്രദ്ധിക്കുക. കഫ് ഇങ്ങനെ മൊത്തത്തിൽ അനക്കി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. നമ്മുടെ മതപ്രകാരം ഇങ്ങനെ അനക്കുന്ന എന്താണ് വിരൽ മാത്രം അനക്കൽ കറായത്താണ്. ശ്രദ്ധിക്കണേ.